ഹലോ, ആദ്യമായിട്ട് യേശുവിനും മാതാവിനും നന്ദി പറയുന്നു. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി വന്ന് എടുത്തത് 26/6/2024 ഒരുപാട് കാര്യങ്ങൾ അമ്മ സാധിച്ചു തന്നു. ഒരുപാട് കാര്യങ്ങൾ എനിക്കമ്മ സാധിച്ചു തന്നു. അതിൽ ആദ്യമായിട്ട് ഞാൻ എൻ്റെ 75 ലക്ഷം കടവുമായിട്ടാണ് ഈ 75 ലക്ഷം കടമായിട്ട് എന്ത് ചെയ്യുമെന്നിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് ഞാൻ നിൽക്കുമ്പോൾ കുറച്ച് ആൾക്കാർ എന്നോട് പറഞ്ഞു, ഈ കൃപാസനത്തിൽ വന്നു കഴിഞ്ഞാൽ ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ അച്ഛനെ കണ്ടു കഴിഞ്ഞാൽ നിൻ്റെ എല്ലാ പ്രശ്നങ്ങളും മാറും എന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ വീട് വിൽക്കാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ വന്നു. 50 ലക്ഷം എല്ലാം പറഞ്ഞു. എന്നിട്ടും അത് വീട് എടുക്കുന്നില്ല, എന്തോ തടസ്സങ്ങളായി. എനിക്ക് കടവുള്ളതുകൊണ്ട് എങ്ങനെയെങ്കിലും അത് ജപ്തിൻ്റെ വക്കിലായിരുന്നു. കടവുള്ളതുകൊണ്ട് എങ്ങനെയെങ്കിലും അത് വിറ്റ് ഒഴിവാക്കി ഇതാക്കണമെന്ന് വെച്ചാൽ ഒന്നും നടക്കുന്നില്ല. ഞാൻ ഇവിടെ വന്നു. വൈഫ് ആദ്യം ഉടമ്പടി എടുത്തു പോയി 3 മാസമാകുമ്പോൾ പുതുക്കാൻ വേണ്ടി വന്ന് വരുമ്പോൾ ഞാനും ഉടമ്പടി എടുത്ത് ഞാനും ഇവിടുന്ന് എനക്കും ഉടമ്പടി എടുക്കണം തോന്നി. ഇത് ഒറ്റക്ക് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ഈ വിശ്വാസ പ്രമാണം ജപമാല ഇതെല്ലാം ചെല്ലാൻ എനക്കും തോന്നി. ഞാൻ എല്ലാം പഠിച്ചു, കാണാപ്പാടം പഠിച്ചു. പിന്നെ കഴിഞ്ഞ കൊല്ലം ജപമാല റാലിയിൽ നമ്മളെല്ലാവരും പങ്കെടുത്തായിരുന്നു. ജപമാല റാലിയിൽ 20 കിലോമീറ്ററോളം നടന്നു. 20 കിലോമീറ്റർ ഉണ്ടോ എന്നറിയില്ല. നടന്നു മടുത്തു, ഇതായി, ഞാൻ ഓപ്ഷനായി. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും കിലോമീറ്റർ ഒന്നിച്ച് നടക്കുന്നത്. അതിൻ്റെ ഇതിൽ ഞാൻ കൊന്തയും ചൊല്ലിക്കൊണ്ട് തന്നെയാണ് നടന്നു എല്ലാവരും ഒന്നിച്ച് പോയത്. ആർത്തുങ്കൽ പള്ളിയിലെത്തിയ അപ്പോഴത്തേക്ക് ഞാൻ ക്ഷീണിതമായി, മൊത്തം തളർന്നു പോയി. പിന്നെ എനിക്കൊരു തണുത്തൊരു കാറ്റ് പോലെ വന്നു, നമ്മൾ ശരീരം മൊത്തം തണുത്തു. അങ്ങനെ എനിക്ക് തോന്നിയ അഭിഷേകം കിട്ടി, എനിക്ക് ബന്ധത്തിനുള്ള അഭിഷേകം കിട്ടി. പിന്നെ എനിക്ക് കൂടുതൽ വിശ്വാസമായി. യേശുവിനോടും മാതാവിനോടും ഭയങ്കര വിശ്വാസമായി. പിന്നെ എൻ്റെ മതങ്ങളിൽ എനിക്കൊരു ചെറിയൊരു കടയുണ്ടായിരുന്നു ബസ് സ്റ്റാൻഡിൽ, കണ്ണൂർ തന്നെ, പയ്യാവൂർ. ആ കടകളിൽ വരുന്നവർക്ക് ഞാൻ പത്രങ്ങൾ കൊടുക്കുമായിരുന്നു. പത്രം എന്ന് പറഞ്ഞാൽ എന്നെക്കൊണ്ട് കഴിയുന്നത്ര പത്രം ഞാൻ അവിടെ നിന്ന് വരുത്തിക്കുമായിരുന്നു. ഒരു 2000 പത്രങ്ങൾ ഞാൻ കൊടുത്തിട്ടുണ്ടാവും. പിന്നെ ഞാൻ പത്രം കൊടുത്തത് പത്രം കൊടുക്കൽ മാത്രമല്ല, സുവിശേഷം പറഞ്ഞു, മാതാവിനെയും യേശുവിനെയും പറഞ്ഞു മനസ്സിലാക്കി അവരെ ഞാൻ ഒന്നിച്ച് കൂട്ടിക്കൊണ്ടുവരും ഇങ്ങോട്ട്. ഇപ്പോൾ ഇന്നും ഞാൻ രണ്ടുപേരെ ഞാൻ കൂട്ടിക്കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്ക് ഇത് ഭയങ്കര സങ്കടം വരുന്നതുകൊണ്ട് ഇങ്ങനെ പറയുന്നേ ഉള്ളൂ. അപ്പോൾ എന്ത് പറയണമെന്ന് അറിയുന്നില്ല. പെട്ടെന്ന് ആദ്യമായിട്ടൊരു സ്റ്റേജിൽ കയറി ഇങ്ങനെ ഒരു സാക്ഷ്യം പറയുന്നതാണ്. കുറേ ആഗ്രഹിച്ചു, ഞാൻ കുറേ നേരമായി ഇവിടെ വെയിറ്റ് ചെയ്യുന്നു. ഇതൊന്നൊരു സാക്ഷ്യം, അച്ഛൻ്റെ മുമ്പ് നിനക്കൊരു സാക്ഷ്യം പറയണം, ലോകം മുഴുവൻ അറിയട്ടെ. എന്നെ ഈശോയും മാതാവും എന്നെ ലാസ്റ്റ്. പിന്നെ വീടിൻ്റെ കാര്യം പറയാം. വീട് നമ്മളൊരു സുഹൃത്ത് തന്നെ ആ വീട് എടുത്തു. 50 ലക്ഷം പറഞ്ഞ വീട് 60 ലക്ഷത്തിന് തന്നെ അവനെടുത്തു. നമ്മളെ കടങ്ങൾ 75 ലക്ഷമായിരുന്നു, 60 ലക്ഷവും കടം തീർന്നു. ഇനി 15 ലക്ഷമേ ഉള്ളൂ. പിന്നത്തെ സാക്ഷ്യം എൻ്റെ വൈഫ് ഉടമ്പടി എടുത്ത് പുതുക്കാൻ മുതലേ ഞാനും ഉടമ്പടി എടുത്ത് അച്ഛനെ കണ്ടു. അച്ഛൻ എനിക്ക് കാശ് രൂപ എന്നിട്ട് പറഞ്ഞു, നീ ആ മണ്ണിൽ കുഴിച്ചിട്ടാൽ മതി, നിൻ്റെ വീടെല്ലാം കച്ചവടമാവും. എന്നിട്ട് ഉപ്പ് തെളിച്ചു, 4 മൂലക്കും വീടിൻ്റെ 4 സൈഡിൽ ഉപ്പും തെളിച്ചു. പ്രാർത്ഥന മുടങ്ങാതെ ഉണ്ട്. അരമണിക്കൂർ ബൈബിൾ വായിക്കും. കടകളിൽ ഇരുന്നിട്ട് കംപ്ലീറ്റ് സമയം കിട്ടുമ്പോൾ എല്ലാം ജപമാല ചൊല്ലും. എല്ലാം കംപ്ലീറ്റ് കാണാപ്പാടം എനിക്കറിയായിരുന്നു. പിന്നെ ഞാൻ അറിയാത്ത കാര്യങ്ങൾ എന്നെ പറ്റി ഈ ബൈബിളിൽ അറിയാത്ത കാര്യങ്ങൾ സിസ്റ്റർമാരെല്ലാം കടയിൽ വരുമ്പോൾ ഞാൻ ചോദിച്ച് മനസ്സിലാക്കും. പിന്നെ എനിക്കൊന്ന് വൈഫിൻ്റെ ഒരു ജോലി ഉണ്ടായിരുന്നു. വൈഫ് ജോലിക്ക് ഇൻ്റർവ്യൂവിന് പോയി നോക്കുമ്പോൾ ഒരു വലിയ ഹോസ്പിറ്റലായിരുന്നു. നോക്കുമ്പോൾ 30 പേരും കാറ്റുണ്ട്. ആ ഒരാളെ സെലക്ട് ചെയ്തില്ലു. ഞാൻ നോക്കും, ആ ഹോസ്പിറ്റലിന് മുമ്പിൽ മാതാവിൻ്റെ രൂപമുണ്ട്. മാതാവേ പറഞ്ഞു, ആ മാതാവ് എൻ്റെ വൈഫിന് തന്നെ ഈ ഹോസ്പിറ്റലിൽ തന്നെ ജോലി കിട്ടണേ. എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ട് വന്നു. ഒരു 2 ദിവസം കഴിയുമ്പോൾ എൻ്റെ സുഹൃത്ത് ഈ ഹോസ്പിറ്റലുമായിട്ടുള്ള ബന്ധങ്ങളുള്ളതാണ്. ആ സുഹൃത്ത് വിളിച്ച് പറഞ്ഞ് പിറ്റത്തെ മാസം മുതൽ ജോലിക്ക് കയറിക്കോന്ന് പറഞ്ഞു. അവിടുന്ന് ചെറിയൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ആ ഇൻ്റർവ്യൂവിൽ അവൾ പാസ്സായി. അതിൽ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് പിന്നെ വൈഫ് കാശ് രൂപം കൊണ്ട് ഇൻ്റർവ്യൂവിന് പോയായിരുന്നു. അതുമാത്രമല്ല, നമ്മൾ വന്ന് ബൈബിൾ വായിക്കുമ്പം ഇതും കൂടി ബൈബിൾ വായിച്ചു പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ടാകുമ്പം നമ്മളെ ആവശ്യങ്ങൾ മാതാവിനോട് പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. മാതാവ് എപ്പോൾ എൻ്റെ ഒന്നിച്ച് തന്നെയുണ്ട്. എനിക്ക് മനസ്സിലായത് വേറൊരു കാര്യമാണ്. സാധാരണ ഞാൻ നീല കാശ് രൂപമാണ് ഇവിടുന്ന് ഉടമ്പടി എടുത്താൽ കിട്ടുന്നത്. പക്ഷേ കളർ മാറിപ്പോയി. കളർ എന്ന് പറഞ്ഞാൽ ഒരു പച്ച കളറിലാണ് വന്നത്, ഒരു ഫ്രണ്ട് ബ്ലൂ ആണ്.
അത് അന്നേരം തന്നെ നമുക്കത് അത് പറയുമ്പോൾ തന്നെ നമ്മൾ മൊത്തം ശരീരം കുളിരും. നമ്മൾ ആരോടും ഇത് ഞാൻ പറയും, സാക്ഷ്യങ്ങളെല്ലാം പറയും. ഈ പത്രം കൊടുക്കുമ്പോൾ എൻ്റെ എൻ്റെ അനുഭവങ്ങളും കാര്യമെല്ലാം പങ്കുവെക്കും. കുറേ ആൾ കൂടുതലും ഒന്ന് പറയാനുള്ളത്, കൂടുതലും ക്രിസ്ത്യൻസിനാണ് പത്രം മേടിക്കാനും മടി. ക്രിസ്ത്യൻസിലുള്ള എല്ലാവരും അല്ല, ചിലവർക്ക് പത്രം കൊടുക്കുമ്പോൾ നമ്മൾ കുറ്റപ്പെടുത്തലും അപമാനിക്കലും. ഞാൻ എന്നിട്ട് പറയും, ഞാൻ ഒരു മുസ്ലിം എന്നിട്ട് എൻ്റെ കൊന്ത ഞാൻ കാശ് രൂപം കാണിച്ചു കൊടുത്തു തരാം. ആൾക്കാർ പത്രങ്ങൾ ചോദിച്ച് മേടിക്കും നമ്മളോട്. എന്ന് പറഞ്ഞാൽ അവർ വീട്ടിൽ പോയി അവർക്ക് മനസ്സിന് ഭയങ്കര അലട്ടുന്നു. ഞാൻ ഒരു മുസ്ലിമായി ഞാൻ ഒരു പത്രം കൊടുത്തിട്ട് മേടിച്ചില്ല. എന്നിട്ട് എൻ്റെ ഫോൺ നമ്പർ എൻ്റെ കവറിനകത്തുണ്ടാവും. ആ കവറിൻ്റെ ഇതിൽ പ്രിൻ്റ് അടിച്ചിട്ടുണ്ട്. ആ നമ്പറിൽ അവർ വിളിച്ചിട്ട് പറയും, ക്ഷമിക്കണം, ഞാൻ സോറി, നമ്മൾ അറിയില്ല, നിങ്ങൾ അതിൻ്റെ അഡ്രസ്സും കാര്യങ്ങളും എല്ലാം പറയണം. അത് ചില ആൾക്കാർ എന്തെങ്കിലും തട്ടിപ്പാ, എന്തെങ്കിലും അച്ഛൻ വെറും ഇത് അച്ഛൻ പറയുന്ന വിശ്വാസവും ഇല്ല. ഞാൻ പറഞ്ഞു, നിങ്ങളൊന്ന് പോയി നോക്കിയിട്ട് പറ, വെറുതെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു ഇതാക്കണ്ടത്. ഞാൻ ഫേസ്ബുക്കിലും അതുപോലെ ഫേക്ക് ന്യൂസ് ഒരുപാട് കണ്ടിട്ടുണ്ട്. ഞാൻ അവരെല്ലാം രക്ഷിക്കണേ മാതാവേ, ഇങ്ങനെ പറയാൻ ഇവിടെ ഇവിടുന്ന് കാല് കുത്തിക്കഴിഞ്ഞാൽ ഒരാൾക്കും അത് എല്ലാവർക്കും മനസ്സിലാവും. അത് അക്രൈസ്തവരായാലും ആർക്കായാലും മനസ്സിലാവും. പിന്നെ പറയാനുള്ളത്, ജോലിൻ്റെ ഇതായി എൻ്റെ വീടിൻ്റെ കടങ്ങൾ മാറി. ഇപ്പോൾ ഇനി വൈഫ് ഇസ്രായേലിൽ പോകാനുള്ള ഒരു കെയർ യുവർ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട്, ഇത് കഴിഞ്ഞ വർഷം ഈ ഒരാഴ്ച മുന്നേ നടന്ന സംഭവമാണ്. ഞാൻ അത്രയും വിശ്വാസത്തോടെ ഞാൻ പറയുന്നത്, 1,00,000 രൂപ വേണം കെയർ യുവർ സർട്ടിഫിക്കറ്റ്. എന്നിട്ട് പല ആൾക്കാരും വന്നു, അല്ലെങ്കിൽ 60,000 രൂപയേ ഉള്ളൂ. ഞാൻ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. ഈ കടയിൽ നിന്ന് തന്നെ ഞാൻ പ്രാർത്ഥിച്ചു, ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചാലും അമ്മ എന്തോ അറിയില്ല, ഈ വൈഫിനോട് പറഞ്ഞ പോലെ തോന്നി എനിക്ക്. മൊബൈലെടുത്ത് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്യുന്നു പറഞ്ഞു. അങ്ങനെ ഒരു അനാഥ മന്ദിരത്തിൻ്റെ ഈ നമ്പർ കിട്ടി. അത് പേര് പറയുന്നില്ല. നമ്പർ കിട്ടി നമ്മൾ വിളിച്ചു. ആ സിസ്റ്ററെ വിളിച്ചേരാൻ പറഞ്ഞു, 6 മാസം കഴിയാണ്ട് കിട്ടൂല, ആ പേപ്പർ കെയർ യുവർ സർട്ടിഫിക്കറ്റ് തരാൻ പറ്റൂല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സിസ്റ്ററെ നമുക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുമോ? ഞാനിങ്ങനെ എൻ്റെ അവസ്ഥകളെല്ലാം പറഞ്ഞു, ഞാൻ മുസ്ലിമാണെന്ന് ഇങ്ങനെ എൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു സിസ്റ്ററോട്. കുറച്ച് കഴിയുമ്പോൾ ഞാൻ സിസ്റ്ററോട് പറഞ്ഞു, സിസ്റ്ററെ ഞാൻ ഒന്നുകൂടിയും വിളിച്ചു, ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഒന്നുകൂടിയും വിളിച്ചു, സിസ്റ്ററെ എനക്കൊന്ന് സിസ്റ്റർ ഒന്ന് കാണണം എന്ന് പറഞ്ഞു. എന്നാൽ സിസ്റ്റർ ഒന്ന് കണ്ടോന്ന് പറഞ്ഞു. ഞാൻ ഇവരെയും കൂട്ടി വൈഫിനെയും കൂട്ടി അവിടെ പോയാലും സിസ്റ്റർ ആദ്യം പറഞ്ഞു, 2 മാസം കഴിയാണ്ടൊന്നും കിട്ടൂല കേട്ടോ എന്ന് പറഞ്ഞു. ലാസ്റ്റ് എൻ്റെ അവസ്ഥയും ഞാൻ പറഞ്ഞു, ഞാൻ ആദ്യം പറയുന്നത് സാക്ഷ്യങ്ങളായിരിക്കും ആര് പറഞ്ഞു കഴിഞ്ഞാലും. എൻ്റെ അനുഭവങ്ങൾ ആദ്യം പറയും. ആ സിസ്റ്ററോട് ഞാൻ പറഞ്ഞു, എൻ്റെ കാശ് രൂപ കണ്ട സിസ്റ്ററായിരുന്നു. സിസ്റ്റർക്ക് ഭയങ്കര വിഷമമായി. സിസ്റ്റർ പറഞ്ഞു, പേടിക്കണ്ട, നിങ്ങൾക്ക് കുറച്ച് ദിവസം അവിടെ വന്നിട്ട് രോഗികളെ നോക്കണം. ആയിക്കോട്ടെ, നമുക്ക് സന്തോഷമേ ഉള്ളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് രോഗികളെ കുറേ ദിവസം നോക്കി, എന്നിട്ട് ഒരാഴ്ച കൊണ്ട് തന്നെ സർട്ടിഫിക്കറ്റ് കൊടുത്തു. എന്നിട്ട് ഞാൻ പറഞ്ഞു, സിസ്റ്റർ എനിക്ക് വെറും കൈയോടെ ഇടുന്ന് ഞാൻ മടങ്ങൂല, ഒരു നേരത്തെ ഭക്ഷണം അവിടെ എല്ലാവർക്കും എൻ്റെ കൈ കൊണ്ട് വിളമ്പി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഭക്ഷണം ഉണ്ടാക്കി. അവിടുത്തെ 50ഓളം രോഗികളുണ്ടായിരുന്നു. 50ഓളം രോഗികൾക്ക് എൻ്റെ കൈ കൊണ്ട് ഭക്ഷണം വിളമ്പി കൊടുത്തു. സിസ്റ്റർക്ക് എല്ലാവർക്കും സന്തോഷമായി. രോഗികളൊന്നിച്ച് ഫോട്ടോയിലെടുത്തു. നമ്മൾ രോഗികളെല്ലാം പരിചയപ്പെട്ടു. രോഗികളോട് പറഞ്ഞ്, ഇനിയും എനിക്ക് എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ ഞാൻ ഇവിടെ വന്നിട്ട് ഒരു നേരത്തെങ്കിലും ഭക്ഷണം എനിക്ക് തരാൻ പറ്റണമെന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ തിരിച്ചു വന്നു. പിന്നെ ഇതൊക്കെയാണ് എൻ്റെ സാക്ഷ്യങ്ങൾ. ഇനിയിപ്പം ഇസ്രായേൽ പോകാനുള്ള പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇനി കെയർ യുവറിൻ്റെ സർട്ടിഫിക്കറ്റ് കൊടുത്ത് പ്രോസസ്സ് നടന്ന് അതിന് വേണ്ടിയിട്ട് ഇപ്പം രണ്ടാമത് നമ്മൾ പുതുക്കേണ്ട സമയമായി. അന്നേരം ഞാൻ പറഞ്ഞു, ഞാൻ സാക്ഷ്യം പറഞ്ഞ് വൈഫ് പുതുക്കിയിട്ട് പോകാമെന്ന് വെച്ചിട്ട് ഇവിടെ വന്നതാണ്. പിന്നെ എനിക്കൊന്ന് പറയാനുള്ള, ഇവിടുത്തെ അച്ഛൻ്റെ കുടുംബടി ധ്യാനം കണ്ടിന്യൂ ആയിട്ട് ഞങ്ങൾക്ക് കൂടും. യൂട്യൂബിലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാണ്ട് ഞാൻ ഷെയർ ചെയ്യും, എല്ലാം ഞാൻ ഷെയർ ചെയ്യും. പിന്നെ രാവിലത്തെ പ്രാർത്ഥന പരമാവധി അച്ഛൻ്റെ ഒന്നിച്ച് ലൈവായിട്ട് പ്രാർത്ഥിക്കും. സന്ധ്യാപ്രാർത്ഥന പ്രാർത്ഥിക്കും. പിന്നെ സാക്ഷ്യങ്ങൾ മുടങ്ങാതെ കേൾക്കും. മെയിനായിട്ട് പത്രങ്ങൾ കൊടുത്ത് ജനങ്ങളെ അവിടെ വരുന്ന കടയിൽ ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട്. അവരെല്ലാം ഞാൻ പറഞ്ഞ് മാതാവിൻ്റെ അടുത്ത് വെഞ്ചരിച്ച ഫോട്ടോ കടയിൽ പതിപ്പിച്ചു. അച്ഛൻ പറയുന്ന ഓരോ കാര്യങ്ങൾ അച്ഛൻ നോട്ട് ബൈ മെറിറ്റ് ഫേസ് അച്ഛൻ ഇതിനിടയ്ക്കൊരു കുടുംബ ധ്യാനത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ ഗ്ലാസ്സിട്ട് ടേബിളിൻ്റെ അടിയിൽ വലിയ അക്ഷരത്തിൽ എഴുതി വെക്കും. പിന്നെ ഇടയ്ക്ക് അത് പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ ഈ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനത്തിൽ തന്നെ ഒരുപാട് പഠിക്കാനുണ്ട്. അച്ഛൻ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ നോക്കുമ്പോൾ ഭയങ്കര അച്ഛൻ ഇതുപോലത്തെ ഒരു അച്ഛൻ നമുക്ക് എവിടെ ഇല്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് വിഷമമുണ്ട്. ഞാൻ ഇതുവരെ കണ്ടതിൽ ഏറ്റവും നല്ല
അച്ഛൻ്റെ പ്രവർത്തനം, അച്ഛൻ്റെ ആയുസ്സിനും ഇതിനും ഞാൻ എന്നും പ്രാർത്ഥിക്കും. അച്ഛൻ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ഈ ഇത് ഫുൾ ടൈം അച്ഛൻ വർക്കാണ്. അച്ഛന് റെസ്റ്റ് ഇല്ലാതെ ഉടമ്പടി എടുത്തതിന് പിന്നെ സ്വഭാവം എനിക്ക് എല്ലാവരും സഹായിക്കണം. ഒരു നേരത്തെ ഭക്ഷണത്തിന് വന്നു കഴിഞ്ഞാൽ കടയിൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഒരു ഉച്ചക്ക് വന്നത് ഉച്ചക്ക് ഭക്ഷണം കഴിക്കേണ്ടവർക്ക് മാന്യമായിട്ട് കഴിക്കേണ്ട പൈസ എടുത്ത് കൊടുക്കും. രാവിലെ വന്നാൽ ചായ ഒരു കടി. നമുക്ക് എൻ്റെ മേൽ ഒരുപാട് പൈസ ഇതൊന്നുമില്ല, മൊത്തം കടത്തിലാണ്. എന്നാലും ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്നതെല്ലാം സഹായിക്കലുണ്ട്. ഇതെല്ലാം ഉടമ്പടിയിലെല്ലാം എൻ്റെ കാര്യങ്ങൾ നടത്തുന്ന ഈശോയ്ക്കും മാതാവിനും കോടാനുകോടി നന്ദി. ജെറമിയ 31:9 കണ്ണീരോടെയാണ് അവർ വരുന്നത്, എന്നാൽ ഞാൻ അവരെ ആശ്വസിപ്പിച്ച് നയിക്കും. റസാഖ് എന്ന ഈ സഹോദരൻ പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ ഉടമ്പടി ജീവിതത്തിലേക്ക് പ്രവേശിച്ച് സഹോദരനുണ്ടായിരുന്ന വലിയ കടബാധ്യത അമ്മ മാതാവിൻ്റെ സംരക്ഷണയാൽ ഉടമ്പടി നേർച്ചവസ്തുക്കളുടെ പ്രയോഗത്തിലൂടെ പൂർണ്ണമായി മാറ്റപ്പെടും വിധം അമ്മ സഹായിച്ചതിനെയാണ് ആദ്യം സാക്ഷ്യപ്പെടുത്തിയത്. മറ്റൊന്ന്, ജീവിത പങ്കാളിക്ക് ഒരു ജോലി ലഭിച്ചതും മറ്റൊരു ജോലിക്ക് വേണ്ടിയുള്ള പ്രോസസ്സ് വേഗത്തിലാക്കുവാൻ അമ്മ മാതാവിൻ്റെ ഇടപെടൽ വഴി സാധ്യതകൾ തെളിഞ്ഞതിനെയുമാണ് സഹോദരൻ സാക്ഷ്യപ്പെടുത്തിയത്. ഈ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത, ഒരു അക്രൈസ്തവ മകനാണെങ്കിലും അമ്മയിലും ഈശോയിലും പൂർണ്ണമായി ശരണപ്പെട്ടുകൊണ്ട് പ്രേക്ഷിത പ്രവർത്തനത്തിന് യാതൊരു സങ്കോചവുമില്ലാതെ എല്ലാ മനുഷ്യർക്കിടയിലേക്കും അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സന്ദേശം കൈമാറുവാൻ സന്തോഷത്തോടും തീഷ്ണതയോടും കൂടി വ്യാപരിക്കുകയും ചിലപ്പോഴെങ്കിലും ക്രൈസ്തവ സഹോദരങ്ങളിൽ നിന്ന് ആ കൃപാസനത്തിൻ്റെ പത്രം കൈമാറുമ്പോൾ നീരസം കാണിക്കുന്നതും അത് സ്വീകരിക്കുവാൻ അവർ പ്രയാസം കാണിക്കുന്നതിനെയാണ് സങ്കടമായി എഴുത്താരയിൽ സൂചിപ്പിച്ചത്. എങ്കിലും അതിനെക്കുറിച്ച് പരിഭവമില്ലാതെ ദൈവനാമത്തെ മനുഷ്യരുടെ മുമ്പിൽ ഏറ്റുപറയുമ്പോൾ ദൈവത്തിന് മുമ്പിൽ ഈശോ എന്നെ ഏറ്റുപറയുമെന്ന പൂർണ്ണമായ ബോധ്യത്തോടും വിശ്വാസത്തോടും കൂടി ഉടമ്പടി ജീവിതം പൂർണ്ണമായ ശ്രദ്ധയിലും സ്നേഹത്തിലും എങ്ങനെ നയിക്കുന്നുവെന്ന് സഹോദരൻ വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, അലസമായിക്കൊണ്ടിരിക്കുന്ന വിശ്വാസ ജീവിതത്തിന് ലക്ഷ്യബോധം നൽകുന്ന ദൈവിക പദ്ധതിയാണ് ഉടമ്പടി ജീവിതം. എന്തും എങ്ങനെയുമാകാമെന്ന് കരുതിയൊക്കെ ജീവിക്കുന്നവർക്ക് ജീവിതം ക്രിസ്തുവിനോട് കൂടി അല്ലെങ്കിൽ അത് നാശത്തിനും ദുരന്തത്തിനും കാരണമാകുമെന്ന് നമ്മളെ അടിവരയിട്ട് ഉറപ്പിക്കുന്ന ഒരു ദൈവിക പദ്ധതിയാണ് ഉടമ്പടി ജീവിതം. അതുകൊണ്ട് ഉടമ്പടി ജീവിതത്തിലൂടെ നമ്മൾ ഏതെങ്കിലും ചില പ്രാർത്ഥനകൾ ചൊല്ലുകയല്ല, ദൈവത്തിന് സ്വന്തമാകുന്നൊരു ജനതയായി രൂപപ്പെടുകയാണ് ചെയ്യുന്നത്. നമ്മുടെ പെരുമാറ്റങ്ങളിൽ വ്യത്യാസമുണ്ടാകും, ദൈവത്തോടുള്ള നമ്മുടെ ബന്ധത്തിൽ ആഴപ്പെടലുണ്ടാകും, നമ്മൾ മറ്റുള്ളവർക്ക് ചെയ്യുന്ന നന്മകളിൽ തീഷ്ണതയും തീവ്രതയും ഉണ്ടാകും. നമ്മളെ തന്നെ ആന്തരികവും ബാഹ്യവുമായി ശുദ്ധിയോടുകൂടി സൂക്ഷിക്കുവാൻ നിരന്തരമായി നാം പരിശ്രമിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഉടമ്പടി ജീവിതം കാര്യസാധ്യത്തിൻ്റെ ജീവിതം അല്ല, മറിച്ച് ഉടമ്പടി ജീവിതം ദൈവത്തെ സ്വന്തമാക്കിക്കൊണ്ട് ലോകത്തിൽ എൻ്റെ കർത്താവ് ഇന്നും ജീവിക്കുന്നു, അവൻ അനേകർക്കിന്നും അത്ഭുതങ്ങളിലൂടെ അവൻ്റെ അടയാളങ്ങളിലൂടെ ജീവിതവും ജീവിത മാർഗങ്ങളും തെളിച്ചു കൊടുക്കുന്നു എന്ന് പറയുന്നതാണ് മരിയൻ ഉടമ്പടി എന്നത്. അതുകൊണ്ട് കർത്താവിൽ ശരണപ്പെട്ടുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ നവീകരിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. അമ്മ മാതാവ് കൂടെ നിന്ന് തിരുക്കുമാരനിൽ നിന്നും നമുക്ക് വേണ്ടുന്ന അനുഗ്രഹങ്ങൾ സമയച്ചുരുക്കത്തിൽ അനുവദിച്ച് തരികയും ചെയ്യും. ഈ കുടുംബത്തിൽ ലഭിച്ച എല്ലാ വിശ്വാസ ബോധ്യങ്ങൾക്കും ഭൗതിക അനുഗ്രഹങ്ങൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.